PSC പരീക്ഷാ ചോദ്യപേപ്പർ മാറിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് SFI തൃശൂർ PSC ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിന് സമീപത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് PSC ഓഫീസിന് മുന്നിൽ വെച്ച് പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ SFI തൃശൂർ ജില്ലാ സെക്രട്ടറി അഭിജിത്ത് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. 40ഓളം പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു. പല പ്രതിസന്ധികൾക്കിടയിലും ഇന്ന് ഈ പരീക്ഷ എഴുതി തന്റെ ജോലി എന്ന സ്വപ്നത്തിന് വേണ്ടി ഇന്ന് എത്തിച്ചേർന്ന എത്രയോ ആളുകൾ സോഷ്യൽ മീഡിയയിലും മറ്റ് ഇടങ്ങളിലുമെല്ലാം തന്റെ കമന്റുകളിലൂടെയും തങ്ങളുടെ അഭിപ്രായങ്ങളിലൂടെയും ഓരോരുത്തരും പങ്കുവയ്ക്കുന്നുണ്ട്. പൂർണ്ണ ഗർഭിണിയായി ഈ പരീക്ഷ എഴുതാൻ എത്തിയവർ, വലിയ പ്രയാസത്തിലും പ്രതീക്ഷയായി ഈ പരീക്ഷയെ കണ്ടുകൊണ്ട് ഇവിടേക്ക് എഴുതാൻ എത്തിയവർ, ഇങ്ങനെ അനേകായിരം വിദ്യാർത്ഥികളെ, ഈ പരീക്ഷ എഴുതിയ നൂറുകണക്കിന് വിദ്യാർത്ഥികളെ, ഇതിനു വേണ്ടി ഇവിടേക്ക് എത്തിയ വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്ന സമീപനമായി കേരളത്തിലെ സർക്കാരും PSC സംവിധാനവും അധപതിച്ച കാലയളവിലാണ് SFIക്ക് ഇങ്ങനെ ഒരു പ്രതിഷേധമായി ഇവിടെ എത്തേണ്ടി വന്നത്. പത്തനംതിട്ട തുലാപ്പള്ളിയിൽ ഫയർഫോഴ്സ് വാഹനം മറിഞ്ഞ് പരിക്കേറ്റ ഉദ്യോഗസ്ഥൻ മരിച്ചു. തിരുവല്ല ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ രഞ്ജിത്താണ് മരിച്ചത്. ശബരിമല സ്പെഷ്യൽ ഡ്യൂട്ടിക്കായി എത്തിയതായിരുന്നു. അപകടത്തിൽ മറ്റു ഉദ്യോഗസ്ഥർക്ക് ആർക്കും ഗുരുതര പരിക്കില്ല. ഇടുക്കി പഴയരിക്കണ്ടത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ പാലത്തിന്റെ കൈവരി തകർത്ത് പുഴയിലേക്ക് മറിഞ്ഞ് 5 പേർക്ക് പരിക്ക്. കാർ ഓടിച്ചിരുന്ന മൈലപ്പുഴ സ്വദേശി എംബ്രയിൽ സ്വപ്നയുടെ പരിക്ക് ഗുരുതരമാണ്. മാതാവിന്റെ ചരമദിന ചടങ്ങിൽ പങ്കെടുക്കാനായി പള്ളിയിലേക്ക് പോകുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ പരിക്കേറ്റവരെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ 2 ദിവസമായി മഴ കുറഞ്ഞതിനെ തുടർന്ന് പുഴയിലെ ജലനിരപ്പ് താഴ്ന്നിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായെന്നാണ് നാട്ടുകാർ പറയുന്നത്. വണ്ടി എടുത്തത് ലേശം താഴോട്ട് ഇറങ്ങിയ പാലത്തിലേക്ക് വന്നു. വണ്ടി അപ്പോഴെ തന്നെ ഇതായി മറുകയാണ് ചെയ്തത്. വണ്ടി അവിടുന്ന് എന്താ സംഭവിച്ചത് എന്താണെന്നൊന്നും ഒരു പിടിയില്ല. ഒന്നാമത് വെളുപ്പിനെ നേരം വെളുക്കുന്നല്ലേ ഉള്ളൂ. എല്ലാവരും എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു. പുറകെ ഞങ്ങളിവിടെ നിൽപ്പുണ്ട്. അതൊക്കെ ഓടിപ്പോയി വണ്ടിയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു എല്ലാവരും.